ഹലോ മക്കളെ, മറ്റന്നാൾ നിങ്ങളുടെ +2 റിസൾട്ട് വരികയാണ്. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും അതേസമയം ഈ റിസൾട്ട് എവിടെ നിന്നാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് അലൻസ ഒരു പരിപാടി നമുക്ക് ഇവരെ കൊണ്ടുണ്ട്. യെസ്, അതായത് SSLC പഠിച്ച സമയത്ത് നിങ്ങളിൽ പലരും അതുപോലെ തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സും ഒക്കെ നമുക്ക് SSLC റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ചിലപ്പോൾ നിങ്ങളുടെ മോൻ ഇവിടെ ഉണ്ടാവും, ഒരു പക്ഷേ ഉണ്ടാവും. അപ്പം ആ ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ പൊതുവെ +2 ചെയ്യാറില്ല. കാരണം +2കാരെന്തോ ഭയങ്കര സീരിയസ് ആണ്, വലിയ ചേട്ടന്മാർ ചേച്ചിമാരായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. പക്ഷേ ഈ വർഷം നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ക്യാമറയൊക്കെ ഫിക്സ് ആക്കി വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ പേരൻസിനൊക്കെ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴുള്ള റിയാക്ഷനോടുള്ള അത് നല്ല തന്നെയാണെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് എടുക്കണം, എന്നിട്ട് തീർച്ചയായിട്ടും നമുക്കത് ഷെയർ ചെയ്യണം. ഓക്കെ, അത് ഷെയർ ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല കുട്ടികൾക്കും ഒരു പ്രചോദനമായിരിക്കും. അത് ഇപ്പോൾ +1 പഠിക്കുന്നവർക്കും 10ാം ക്ലാസ് പഠിക്കുന്നവർക്കും ഇപ്പോൾ +2ലേക്ക് കയറിയ കുട്ടികൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എക്സാമിനറിൽ പഠിച്ചൊരു കുട്ടി ഇതുപോലെ റിസൾട്ടൊക്കെ വാങ്ങുമ്പോൾ അത് അഭിമാനത്തോടെ ആ റിസൾട്ടിനെ ഒരു നേരിടുന്നതും നേരിടുന്നതിനുപരി ഏറ്റുവാങ്ങുന്നതും ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ കാര്യമായിരിക്കും. അപ്പം തീർച്ചയായും നിങ്ങളത് ഷെയർ ചെയ്യണം. എവിടെയാണ് ഷെയർ ചെയ്യേണ്ടത്? താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിലാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ അല്ലാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എല്ലാവരുടെ റിസൾട്ട് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ്, അത് ഷെയർ ചെയ്യണം. അതെ, ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്തവരെല്ലാവരും നിങ്ങളുടെ റിസൾട്ടുകൾ നമ്മളെ അറിയിക്കണം, അത് മറക്കരുത്. പല കുട്ടികളും റിസൾട്ടൊക്കെ വന്നിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഫുൾ മാർക്ക് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അത് എല്ലാവരും അറിയിക്കണം. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിലൂടെയുള്ള ഗൂഗിൾ ഫോം ഒക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാത്രമല്ല റിസൾട്ട് വന്നതിന് ശേഷം നമ്മളൊരു ഗൂഗിൾ ഫോം ഇടുന്നതായിരിക്കും, അതിൽ നിങ്ങൾ സെപ്പറേറ്റ് അറിയിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ, അത് റിയാക്ഷൻ എടുക്കാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റിമോണിയൽ പോലെ, അതായത് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ പറ്റി പറയാനുള്ളത് എന്താണ്, എക്സാമിനറിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ +2 യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് അതിൽ അറിയിച്ചാലും മതി. റിസൾട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ധൈര്യത്തോടെ എടുത്തോ, അതാണ് ശരിക്കും അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇനി മെയിൻ വിഷയം പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്, അതിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം എക്സ്പീരിയൻസ്. കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് മക്കളെ, ഈ വെബ്സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ആപ്പിൽ നിങ്ങൾക്കറിയാം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാം ലോഡിംഗ് ആയിരിക്കും, എല്ലാം സ്ലോ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് പേടിക്കണ്ട. പിന്നെ ഒബിയസ്ലി നിങ്ങളുടെ റോൾ നമ്പർ എടുത്തു വെക്കാൻ നേരത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ആയിരിക്കും ആവശ്യം വരിക. അപ്പോൾ അത് എൻട്രി ചെയ്ത് കൊടുത്താൽ കുറേ സമയം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു സ്കോർ കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ നേരെ റിസൾട്ടിലേക്ക് വരാം. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും, സെക്കൻഡ് ഇയറിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ ഉണ്ടാവും, ഗ്രേഡും ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഈ ഗ്രാൻഡ് ടോട്ടലിലെ സമ്മാണ്. നമ്മൾ ഈ നമ്പർ കൂട്ടുക. നിങ്ങൾക്ക് 1200 ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ +1 +2 പെർസെന്റേജ്. ഒരു കുട്ടികൾ ഒരു പ്രശ്നം എപ്പോഴും കുട്ടികൾ നേരിടുന്നത് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ഒക്കെ ചെയ്തിട്ട് സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് ലോഡ് ആവില്ല. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വേണം പേജ് ഒന്ന് റീലോഡ് ചെയ്യുക, വീണ്ടും ടൈപ്പ് ചെയ്യുക. കാരണം ഇത്ര സംഭവം, ഇത്രയുള്ള ഒരു എൻട്രി കുറേ കുട്ടികൾ ഇവിടെ ഒറ്റയടിക്ക് കയറുന്നു, വെബ്സൈറ്റ് തന്നെ ഹാങ് ആയിക്കോളും. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ സ്കൂളിന് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ വിളിച്ചൊക്കെ നോക്കുക, ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ എന്താണെങ്കിലും കിട്ടും. പാനിക് ഉണ്ടാവും പറയുന്നില്ല. അപ്പൊ പാനിക് എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ റിസൾട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്കും പാനിക് ഉണ്ടാവും. അപ്പൊ പാനിക് അങ്ങോട്ട് അനുഭവിക്കുക എന്നേ പറയാനുള്ളൂ. അത് നല്ല രീതിയിൽ തന്നെ ഗ്രേഷ്യസ്ലി അത് എടുക്കുക. അതിനെ ഓർത്തിട്ട് നിങ്ങൾ പിന്നെ അതിന്റെ മുകളിൽ പാനിക് ഉണ്ടാക്കരുത്. ഒരു ബേസിക് പാനിക്കും ബേസിക് ടെൻഷൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, അത് കുഴപ്പമൊന്നും. പിന്നെ റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്കോ A+ഓ കിട്ടേണ്ടവരല്ല ലോകത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടോ, ആ എഫേർട്ട് ഇവിടെ കാണാനുണ്ടെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ വർക്ക് ഇവിടെ കാണാനുണ്ടെങ്കിൽ ബി ഹാപ്പി. അത്രമാത്രം പ്രതീക്ഷയാലും മതി. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ പണിയൊന്നും എടുക്കാതെ മര്യാദ പഠിച്ചിട്ട് പോവാതിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും 90%, 95% അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. റിയലിസ്റ്റിക്കലി തന്നെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യണം. കാരണം പരീക്ഷ അത്യാവശ്യം ടഫായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പെക്ടേഷൻ ആദ്യം തന്നെ അങ്ങനെ സെറ്റ് ചെയ്യുക. വീട്ടുകാരോട് നേരത്തെ പറഞ്ഞു വെക്കുക, അച്ഛാ അമ്മ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം, എനിക്ക് ഇത്രയും മാർക്കൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അത്രയും വിചാരിച്ചാൽ മതി. പക്ഷെ പേടിക്കണ്ട. ഇനിയും എൻ്റെ ലൈഫിൽ മുന്നിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. കോളേജ് ഉണ്ട്, കോളേജിലെ കോഴ്സുകളുണ്ട്, ഒരു കരിയർ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ +2 മാർക്സ് ആയിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. +2 മാർക്സ് നിങ്ങൾ നല്ലൊരു കോളേജിലേക്കോ നല്ലൊരു കോഴ്സിലേക്കോ അഡ്മിഷൻ, അത് എൻട്രൻസ് ഇല്ലാത്ത കോഴ്സ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് നേടിത്തരും എന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു കാര്യം +2 മാർക്ക് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ എന്താണോ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ പറയുക, അത് ഇനി വരുന്ന പണി ഞാൻ ഇത്രയും നാൾ ചിലപ്പോൾ ഞാൻ ഉഴപ്പിയിട്ടുണ്ടാവും, ഇത്ര നാൾ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി വരുന്ന കാലത്ത് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ വ്യക്തമായിട്ട് ചെയ്യും, അത് ഞാനൊരു ഉറപ്പ് തരുന്നു എന്ന് നിങ്ങൾ പറയുക. മാത്രമല്ല ആ ഉറപ്പ് നിങ്ങളോട് തന്നെ
നിങ്ങൾ സെൽഫായിട്ട് ട്രൂ ആയിട്ട് ബിലീവ് ചെയ്ത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തോണം. മക്കളെ ഇന്ന് വരെ നിങ്ങളുടെ പുറകെ ആൾക്കാർ വന്നിട്ട് മോനെ പഠിക്കുക സ്കൂളിൽ വന്നിട്ട് മോനെ കംപ്ലീറ്റ് ചെയ്യുക അസൈൻമെന്റ് എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ വരുള്ളൂ. ഇനി കോളേജിൽ പോയാൽ എവറി മാൻ ഫോർ ഹിംസെൽഫ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. ഏത് നല്ല കോളേജിൽ പോയാലും മോശം കോളേജിൽ പോയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാർട്ട്ണർ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ നോക്കണം, നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആണ്. അതൊക്കെ പിന്നെ സ്വന്തമാണ്. അപ്പം നിങ്ങൾ അലക്സാർ പറഞ്ഞ ഈ സാധനം പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ലൈഫിൽ ബാക്കിലായി പോകും. ഓക്കെ, ഇത്രയും കാലം മാർക്ക് എല്ലാവർക്കും ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ല എന്ന് വരും, ചിലപ്പോൾ എല്ലാവർക്കും അക്കാഡമിക്കലി ബ്രൈറ്റ് ആവാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ ഇനി ലൈഫിൽ നിങ്ങൾ സക്സീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം. അത് അക്കാഡമിക്കലി ആയിക്കോട്ടെ, വർക്കിലായിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് വേണമായിക്കോട്ടെ. പക്ഷെ ഇനി കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. അതിപ്പോഴേ തുടങ്ങിക്കോ. കാരണം ഇനി നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന കുറച്ച് വർഷങ്ങളാണ്. ഓക്കെ മക്കളെ, അപ്പൊ അതോടെ എക്സാമിനറിന്റെ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കൽ മാത്രമല്ല അല്ലെ, ഫിസിക്സും കെമിസ്ട്രിയും മാത്സിലും ഉപരി നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അലൻസാരി നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഉൾപ്പെടെ. മാത്രമല്ല ഇത് കൂടാതെ എക്സാമിനർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ അവസാനിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ കരിയറും ജോബും ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ വരും. ആ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാം, മോശം രീതിയിൽ സ്പെൻഡ് ചെയ്യാം, നല്ല രീതിയിൽ മാനേജ് ചെയ്യാം, മോശമായിട്ട് മാനേജ് ചെയ്യാം. ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ വലിയൊരു കാര്യം. നിങ്ങളുടെ പൈസ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നുള്ള കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യം. അതെങ്ങനെ വൃത്തിയായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഫിനാൻസ് വിത്ത് അലക്സ് ആൻഡ് അലൻ ചാനലിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ഫോളോ ചെയ്യണം. അതിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെങ്കിലും 30-40 വർഷം ഞങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അത് മറക്കണ്ട. ചാനലിൽ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട്, മാത്രമല്ല മറന്നുപോകരുത് നമ്മുടെ റിസൾട്ട് ഷെയർ ചെയ്യണേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും ഒരുപക്ഷെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.